താമരശ്ശേരി ചുരം വ്യൂ പോയിന്റിലെ മണ്ണിടിച്ചിലിൽ പ്രാഥമിക പരിശോധന നടത്തി കോഴിക്കോട് NIT സംഘവും ദേശീയപാത അതോറിറ്റിയുമാണ് പരിശോധന നടത്തിയത്. മുകളിൽ നിന്ന് ഇനിയും പാറ ഇടിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് പരിശോധിച്ചത്. ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഈ വിദഗ്ധ പരിശോധനയിൽ എന്താണ് അതിൻ്റെ റിസൾട്ടായി വരുന്നത്? പ്രജീഷ്, ഇന്ന് താമരശ്ശേരി ചുരം 9ാം വളവിലെ വ്യൂ പോയിന്റ് വരുന്ന 9ാം വളവിലെ പാറയടക്കം ഇന്ന് പ്രാഥമിക പരിശോധനയാണ് നടത്തിയിട്ടുള്ളത്. NITയിൽ നിന്നുള്ള ഡോക്ടർ സന്തോഷ് ജി തമ്പിയുടെ നേതൃത്വത്തിലുള്ള NITയിൽ നിന്നുള്ള സംഘവും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയുടെ സംഘവും ഈ രണ്ട് ടീം ചേർന്നുകൊണ്ടാണ് ഇന്ന് അവിടെ പരിശോധന നടത്തിയത്. ആദ്യഘട്ടത്തിൽ ഈ പാറയുടെ ഘടനയടക്കം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡ്രോൺ പറത്തിക്കൊണ്ടുള്ള പരിശോധന നടത്തി. ഇതാണ് പ്രാഥമിക പരിശോധന എന്ന് പറയുന്നത്. ഈ ഡ്രോൺ പരിശോധനയുടെ റിപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ കോഴിക്കോട്ടെ ജില്ലാ കളക്ടർക്ക് കൈമാറുകയും ചെയ്യും. സ്ഥലത്ത് GPR പരിശോധന വേണമോ എന്നൊരു സാധ്യത കൂടിയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. കാരണം ഈ പാറയുടെ ഘടന മനസ്സിലാക്കിയാൽ മാത്രമേ ഇനിയും ഒരു മഴ ശക്തിയായി കഴിഞ്ഞാലോ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പാറ താഴേക്ക് ഇനിയും പതിക്കുമോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ പരിശോധന നടത്തേണ്ടതുണ്ട്. ആ GPR പരിശോധന വേണമോ എന്നാണ് പരിശോധിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള വിഷ്വലുകൾ ഇപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത്, ഇപ്പോൾ ഇതുവഴിയുള്ള ഗതാഗതമൊക്കെ സുഗമമായി തന്നെ നടക്കുന്നുണ്ട്. ആ രീതിയിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നുകൂടെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായതുപോലെ പാറ പൊട്ടി താഴേക്ക് വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളടക്കം ഉറപ്പാക്കുക എന്നൊരു ലക്ഷ്യവും ഇതോടുകൂടി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. അടുത്ത ദിവസം താമരശ്ശേരി ചുരം വഴിയുള്ള യാത്രയൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ വിദഗ്ധ സമിതിയുടെ ഒരു പരിശോധന വരുന്നത്. ആ സമിതി പരിശോധനയ്ക്ക് ശേഷം നടത്തിയൊരു പ്രതികരണം കൂടിയുണ്ട്, അത് കൂടി കേൾക്കാം. നമ്മൾ ചില ഈ ഗ്രൗണ്ടിൽ വേറെ ഫിഷേഴ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കുറച്ച് സമയം പിടിക്കും അതിന്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ നമ്മളൊരു ഔട്ട്കം നമ്മൾ പറയുന്നില്ല. അതായത് ഇന്നിപ്പോൾ ഇത് നോക്കി ഇന്ന് തന്നെ ഒരു സൊല്യൂഷൻ പറയാവുന്ന ഒരു കണ്ടീഷനിലല്ല ഉള്ളത്. നമ്മളത് സ്റ്റഡി ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യും. കളക്ടർക്ക് ഇപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് കൊടുക്കും.